ഹായ് വെൽക്കം, ദിസ് ഇസ് ഗൗരീസ് മിസ്റ്റിക് മിറർ ടാരറ്റ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട്സ് ഹാപ്പനിങ് ടു മീ ഫോർ ദ കളക്റ്റീവ്സിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വാട്ട്സ് ദ ജനറൽ എനർജി ഫോർ ദ കളക്റ്റീവ്സ് എന്നുള്ളതാണ്. സോ നമ്മൾ 3 കാർഡ് എടുത്തിട്ടുണ്ട്. ദ ടവർ കാർഡ് ഇൻവേഴ്സ്, ജഡ്ജ്മെൻറ്റ് കാർഡ് റിവേഴ്സ്ഡ് ആൻഡ് ദ ഏസ് ഓഫ് കപ്സ്. അങ്ങനെ 3 കാർഡാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വന്നിട്ടുള്ളത്. ആൻഡ് നമ്മളൊരു മെസ്സേജ് ഫ്രം ദ യൂണിവേഴ്സ് എടുക്കുന്നുണ്ട്. ന്യൂമറോളജി ടാരറ്റ് ബേസിഡ് ആണ്. ഇറ്റ്സ് ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ ആൻഡ് മെസ്സേജ് ടേക്ക് എ റിയാലിറ്റി ചെക്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടവർ കാർഡും ജഡ്ജ്മെൻറ്റ് കാർഡൊക്കെ റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കളക്റ്റീവ് ആയിട്ടുള്ള എനർജി. ഇതിനകത്ത് ടവർ കാർഡ് തന്നെ നമുക്കറിയാം, ഒരു ട്രാൻസ്ഫോർമേഷനാണ് അതിൻ്റെ. ഒരു പഴയ സ്ട്രക്ചറുകളെ തച്ചുടച്ചുകൊണ്ട് ഒരു പുതിയതിലേക്കുള്ള വരാനുള്ളൊരു സംഭവമാണ് ടവർ കാർഡ് ഓൾറെഡി. അപ്പോൾ ഇത് റിവേഴ്സ്ഡായി വരുമ്പോൾ തന്നെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഉള്ള ടൈമാണ്. അതായത് നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. പക്ഷെ നമ്മളതിനെ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് നമ്മളതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. നമ്മൾ എന്താ പറയുക, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു അത്യാവശ്യമായ നെസസറി ആയിട്ടുള്ള ഒരു ചേഞ്ചിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? മേ ബി പേടി കൊണ്ടായി, ഫിയർ ഓഫ് ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ സഫറിങ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടോ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ടോ നമ്മളതിനെ പേടിച്ചിട്ട് നമ്മളത് ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണ്. അതേപോലെ ജഡ്ജ്മെൻറ്റ് കാർഡ്. ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഡിവൈൻ കോളാണ്. സമയമായിട്ടുണ്ട്, നീ ചെയ്യണം, യു ഹാവ് ടു ഡു, ദിസ് ഇസ് യുവർ ടൈം, ദിസ് ഇസ് യുവർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കാർഡാണ്. അത് റിവേഴ്സ്ഡ് ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ മാറാൻ വേണ്ടിയുള്ള സമയമാണ്, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായി നമ്മൾ പിടിച്ചു നിൽക്കുന്ന പല കാര്യങ്ങളും, പഴയ ജോലി ആയിരിക്കാം, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം, സ്വഭാവങ്ങളായിരിക്കും, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഇതൊക്കെ ഉണ്ട്. നമ്മളത് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതേസമയം യൂണിവേഴ്സ് പറയുന്നുണ്ട് ദിസ് ഈസ് യുവർ ടൈം. പക്ഷെ നമ്മൾ അവിടെ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെൽഫ് ഡൗട്ടാണ്. നമുക്ക് ഇത് ശരിയാവുമോ, നമുക്ക് തന്നെ നമ്മളറിയില്ല, നമുക്ക് തന്നെ കാര്യങ്ങൾ വ്യക്തതയില്ല, അവെയർനെസ് ഇല്ല, ഇന്നർ ക്രിട്ടിക്. നമ്മളുള്ളിൽ തന്നെ ചോദ്യങ്ങൾ വരികയാണ്. അയ്യോ ഇത് ശരിയാവുമോ, ഞാൻ ചെയ്താൽ ശരിയാണോ, ഇനി ഞാൻ ചെയ്യണോ, ഇത് ചെയ്താൽ ശരിയാവുമോ, അങ്ങനെയുള്ള നമ്മുടെ തന്നെ ഇൻസെക്യൂരിറ്റി കൊണ്ട്, നമ്മുടെ തന്നെ വീക്ക്നെസ് കൊണ്ട് നമുക്കിത് വരുന്ന ഓപ്പർച്യൂണിറ്റീനെ അല്ലെങ്കിൽ നമ്മൾ മാറ്റേണ്ട, ചിലപ്പോൾ അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ സമയം കഴിഞ്ഞിട്ടുള്ള എന്തോ ചില കാര്യങ്ങളായിരിക്കാം. അതിന് ഇനി ഈ ലൈഫിൽ ഈ മൊമെൻ്റ് തൊട്ട് അതിന് ഒരു ആവശ്യമില്ല, നമ്മുടെ ലൈഫിൽ റോളില്ല. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ സെൽഫ് ഡൗട്ട് കൊണ്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ പഴയതിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ഹാങ് ഓൺ ചെയ്യുന്നത് കൊണ്ടൊക്കെ നമുക്ക് മാറാൻ പറ്റാത്തൊരു ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ദി യൂണിവേഴ്സ് ഇസ് ഗിവിങ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. എന്താ വെച്ചാൽ ലൈഫിലേക്ക് ഒരു പുതിയൊരു സർജ് ഓഫ് എന്താ പറയുക, കുറച്ച് ലവ് ആയാലും കമ്പാഷൻ ആയാലും പുതിയ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും പല പല കാര്യങ്ങൾ യൂണിവേഴ്സ് ഈ ഒരു സമയത്താണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് മുമ്പോട്ട് വരുന്നുണ്ട്. നമ്മളോട് യൂണിവേഴ്സ് പറയുകയാണ്, ഇതാ ഞാൻ റെഡിയാണ്, നീ ഈ സംഭവങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ, നിൻ്റെ ഈ പേടിയും നിൻ്റെ ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ ഐ എം റെഡി ടു ഗിവ് ഓൾ ദീസ് തിങ്സ്, ഓൾ ദീസ് അബണ്ടൻസ് ഐ എം റെഡി ടു ഗിവ്, പ്ലീസ് ആക്സെപ്റ്റ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള പേടി കൊണ്ടും, മേ ബി അത് കുറ്റം പറയാനുള്ള ഒരു തെറ്റോ ഒന്നുമല്ല, ചിലപ്പോൾ നമ്മൾ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, അനുഭവിച്ചിട്ടുള്ള വേദനകൾ, നമ്മളെ ബിട്രേ ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ കുറേ ശ്രമിച്ച് തോറ്റു പോയിട്ടുണ്ടാവും, നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു വൂണ്ട് ഉണ്ട്. അപ്പോൾ ആ വൂണ്ട് കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഇങ്ങനെ ഒരു കൊടുങ്കാറ്റ് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുമ്പിൽ ആക്ഷൻ എടുക്കേണ്ട സമയമായിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സാധനമൊക്കെ മാറ്റി നമ്മുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി മാറ്റിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് പറയാണ് ഇതൊക്കെ ഒന്ന് മാറ്റി, അതായത് തരുന്നുണ്ട് നമുക്ക്, പക്ഷെ നമ്മുടെ കയ്യിൽ ഫുള്ളാണ്. ഈ സാധനം ഒന്ന് മാറ്റിയിട്ട് ബി റെഡി, ഇതാ ഞാൻ തരാൻ റെഡിയാണ്, നീ ഒന്ന് റെഡി ആവൂ, ടേക്ക് ദ ആക്ഷൻ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. സോ ഇതാണ് ഇപ്പോഴത്തെ എനർജി. സോ ഞാനൊരു എനർജി ചെക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ. ടേക്ക് എ റിയാലിറ്റി ചെക്ക്. അല്ല, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അതിനൊരു മെസ്സേജ് വന്നിരിക്കുന്നത്. റിയാലിറ്റി ചെക്ക് ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യൂ എന്നാണ് പറയുന്നത് ഏഞ്ചൽസ്. അതായത് യൂണിവേഴ്സ് പറയാണ്, ഒന്ന് ചെക്ക് ചെയ്യൂ, നീ ഇപ്പം എന്താ ചെയ്യണേ, നീ ചെയ്യണ കാര്യങ്ങൾ ശരിയാണോ, നിൻ്റെ മൈൻഡ് റെഡിയാണോ, നീ ഇങ്ങനെയാണോ പോകേണ്ടത്, ഈ പഴയ കാര്യങ്ങൾ നീ ഹോൾഡ് ഓൺ ചെയ്യണോ, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണ്ടേ,
ലൈക്ക് ഐ എം ഗിവിങ് യു ഓൾ ദി ഓപ്പർച്യൂണിറ്റീസ്, പക്ഷെ നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് യു ആർ എന്താ പറയുക വീക്ക് എന്നല്ല, യു ആർ അഫക്റ്റഡ് ബൈ സംതിങ്. സോ യു ഹാവ് ടു മൂവ് ഓൺ, യു ഹാവ് ടു ടേക്ക് യുവർ സ്റ്റെപ്പ്. സോ ദിസ് ഇസ് ദ ടൈം, ദ കോൾ. പക്ഷെ നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സംഭവമാണ്. ഇപ്പോൾ ഇത് ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ ആണ് വന്നിരിക്കുന്നത്. ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ, ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. വളരെ, അതായത് നമ്മുടെ ഡീപ്പ് ഹിഡൻ ഫീലിങ്സിലേക്ക് ഇല്യൂമിനേറ്റ് ചെയ്യുന്നതല്ലേ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വേദനകളും ഇമോഷൻസും പുറത്ത് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഫുൾ മൂൺ എന്ന് പറയുന്നത്. അത് കാപ്രിക്കോണിൽ വരുമ്പോൾ, കാപ്രിക്കോൺ പൊതുവെ ലോജിക്കലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇറ്റ് മീൻസ് നമ്മുടെ ഇമോഷൻസിനെ ഇങ്ങനെ ഫീൽ ചെയ്ത് ഇമോഷണലായിട്ടിരിക്കാതെ അതിന് ആക്ഷൻ എടുക്കൂ, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യൂ. നമ്മൾ അതിനെ ഇമോഷൻ ചെയ്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കാണ്ട് ഒന്ന് പ്രാക്ടിക്കലായി ആലോചിക്കും. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യൂ എന്നാണ്. ഇമോഷനെയും പ്രാക്ടിക്കാലിറ്റിനെയും ലോജിക്കിനെയും ബാലൻസ് ചെയ്യൂ. ഒന്ന് 0-ലോ 100-ലോ അല്ലാതെ നടുക്ക് നിൽക്കാൻ പഠിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കാപ്രിക്കോൺ എസ്പെഷ്യലി വരുന്നത് കരിയർ, നമ്മുടെ പബ്ലിക്കിലുള്ളത് അച്ചീവ്മെൻറ്റ്സ്, അങ്ങനത്തെ ഒരു ഇതിലാണ് ഈ കാപ്രിക്കോൺ വരുന്നത് തന്നെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതൊരു ഹാർവസ്റ്റ് പീരീഡാണ്. നിങ്ങൾക്ക് സമയമായിട്ടുണ്ട്, വളരെ വളരെ അടുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് കിട്ടാനും. അതുപോലെ പഴയ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പൂട്ടി എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്ന് വെച്ചാൽ അത് റിലേഷൻഷിപ്പ് ആവാം, എന്തും ആവാം. ഹെൽത്ത്, നമ്മുടെ ശീലങ്ങൾ, ഹെൽത്തിനെ ബാധിക്കുന്ന ശീലങ്ങളാവാം, നമ്മുടെ ഭക്ഷണ രീതികളാവാം, എന്തും ആവട്ടെ, ആ പഴയതിനൊക്കെ മാറ്റേണ്ട സമയമായി. ഇറ്റ്സ് എ ടൈം ഫോർ അച്ചീവ്മെൻറ്റ്സ്. അബണ്ടൻസ് ലൈഫിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇത് കറക്റ്റായിട്ട് നിന്നെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ നീ പോകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ നിനക്ക് പറ്റുകയാണെങ്കിൽ ദി യൂണിവേഴ്സ് ഇസ് ഗിവിങ് യു ദിസ് ഏസ് ഓഫ് കപ്സ്, നിറയെ കപ്പ് നിറയെ തരുന്നുണ്ട്. സോ ഇവിടെ അത് തന്നെയാണ് പറയണേ, ദിസ് ഇസ് ടൈം ഫോർ അച്ചീവ്മെൻറ്റ്, ദിസ് ഇസ് എ ടൈം ഫോർ അബണ്ടൻസ്. ടേക്ക് യുവർ ആക്ഷൻ, ഇമോഷൻസിൽ നിന്ന് ബാലൻസ് ചെയ്യൂ. ടേക്ക് യു തിങ്ക് ലോജിക്കലി എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ഗിവിങ് യു ദിസ് ഹോൾ, എന്താ പറയുക, ഒരു ഫുൾ ഓൺ സപ്പോർട്ട്. ഈ പറഞ്ഞിട്ടുള്ള കാർഡ്സിന് ഫുൾ ഓൺ സപ്പോർട്ടായിട്ട് തന്നെയാണ് ഈ എനർജി കാർഡ് വന്നിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ കാര്യം, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, നമ്മുടെ ഹോം, നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ഉള്ളൊരു കോംപ്ലിക്കേഷൻ വരുന്നു. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ലൈഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പേഴ്സണൽ ഹെൽത്തും നമ്മുടെ സമാധാനവും പീസും ഒക്കെ കളഞ്ഞ് ഒന്നിനു വേണ്ടിയും, അതിപ്പോൾ രണ്ടിനും പറയാം, ഇപ്പോൾ പ്രൊഫഷന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് പേഴ്സണൽ ലൈഫ് ഇഗ്നോർ ചെയ്തുകൊണ്ടും വെച്ചാൽ രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ട്, വെച്ചാൽ ഇഗ്നോർ ചെയ്യാതെ രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് നടുക്ക് രണ്ടും വേണം. ഹെൽത്ത് ഒന്നും നോക്കാണ്ട്, പീസ് നോക്കാണ്ട്, ഹാപ്പിനെസ് നോക്കാണ്ട്, പ്രൊഫഷൻ അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് പറഞ്ഞാൽ അങ്ങനെയും പോകാൻ പാടില്ല. എന്നാൽ പ്രൊഫഷണൽ ലൈഫ് ഒട്ടും നോക്കാതെ ഈ പറഞ്ഞ നമ്മുടെ ലൈഫ് പീസ് എനിക്കിതൊന്നും വയ്യ അങ്ങനെയും ഇരിക്കാൻ പാടില്ല. എപ്പോഴും ആ ബാലൻസ് കണ്ടുപിടിക്കാനുള്ളൊരു ഇതും കൂടിയാണ് പറയുന്നത്. ദിസ് ഇസ് എ ഐഡിയൽ ടൈം. ഈ സമയം ദിസ് യൂണിവേഴ്സ് ഇസ് കോളിങ് യു ടു ടേക്ക് ആക്ഷൻ. യൂണിവേഴ്സ് ദിസ് ഇസ് എ കോൾ, എന്താ പറയുക, കോൾ ഫോർ ആക്ഷൻ ആണ്. നിങ്ങൾ നിന്നെ വിളിക്കുകയാണ് നിങ്ങൾ യൂണിവേഴ്സ്. ദിസ് ഇസ് ടൈം, ചെയ്യുള്ളൂ. ഈ കാര്യങ്ങളെ ഒന്നും ഓവർകം ചെയ്യും. ഐ എം ഗിവിങ് യു ദിസ് തിങ്സ്, ഐ എം ഗിവിങ് യു ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ്, ബട്ട് യു ഹാവ് ടു ഡു വാട്ട്? കൃത്യമായ ബൗണ്ടറീസ് വെക്കണം, കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം, റിയാലിറ്റി ചെക്ക് ചെയ്യുക. നമ്മൾ ഒരുപാട് എന്താണ് റിയാലിറ്റി, എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് ആക്ഷൻ എടുക്കുക. അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ഗൗരി.